ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പുതിയ ഒരു എപ്പിസോഡായിട്ട് വരികയാണ്. പുതിയ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. വലിയവർക്കും ചെറിയവർക്കും എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഫ്രഞ്ച് ഫ്രൈസ് ആണ് നമ്മളിന്ന് പ്ലാൻ ചെയ്യുന്നത്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊറോണയാണ്, വീടിൻ്റെ അകത്താണ്, നമുക്ക് കേടാവാതെ സൂക്ഷിക്കുന്ന ഇതിലുകളിലൊന്നാണ് ഉരുളക്കിഴങ്ങൊക്കെ ലോങ് ടൈം ഇരിക്കുന്നതാണ്. അപ്പം എന്തായാലും വീടുകളിൽ ഉരുളക്കിഴങ്ങ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഒരു നല്ല ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഇന്ന് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ പോകാം. അപ്പം നിങ്ങളുടെ ഈ ലോക്ക്ഡൗൺ ടൈം നിങ്ങൾക്ക് ഏറ്റവും രസകരമായിട്ട് തീരാൻ, നല്ല എൻജോയബിളായിട്ട് തീരുവാനുള്ള ഐഡിയകളായിട്ടാണ് നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഈ പൊട്ടറ്റോ ഒരു വിധം വലിപ്പമുള്ള പൊട്ടറ്റോ എടുക്കുക. ഫ്രഞ്ച് ഫ്രൈസിന് നമ്മൾ നീളം കൂടിയ പൊട്ടറ്റോ കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. അപ്പം മാക്സിമം വലിപ്പമുള്ള പൊട്ടറ്റോ എടുക്കുക. പൊട്ടറ്റോ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ തൊണ്ട് ഇങ്ങനെ തൊലി ഇങ്ങനെ ചെത്തിക്കളയും. അപ്പോൾ നമുക്ക് പൊട്ടറ്റോ നമ്മൾ ക്ലീൻ ആക്കി എടുത്തു. ഇനി നമുക്ക് ഇതിനെ വാഷ് ചെയ്തെടുക്കും. തൊലി എടുത്ത് വാഷ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതിനെ ജൂലിയൻ സൈസിൽ കട്ട് ചെയ്തെടുക്കും. അതായത് ഫ്രഞ്ച് ഫ്രൈസിന്റെ സൈസിൽ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ അത് നമുക്കിനി എടുത്ത് കട്ട് ചെയ്യാം. പൊട്ടറ്റോനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ പാകത്തിനുള്ള ഇതിൽ നിന്നാണ് ഇതിനെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ നമ്മൾ വീതിയിൽ കട്ട് ചെയ്തെടുത്തു. ഇത് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ബജ്ജി ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഈ പരുവത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് പാകമാണ്. നമുക്ക് ഇതാണ് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അപ്പോൾ ഇതിന് ജൂലിയൻ സൈസിലേക്ക് മാറ്റാൻ പോവാണ്. നമ്മളിങ്ങനെ കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ നമ്മൾ ഒരു വലിയ പൊട്ടറ്റോ എടുത്ത് അത് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞു. നമ്മളതിന് ഈ സൈസിൽ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു. ഈ സൈസിൽ നമ്മളതിന് കട്ട് ചെയ്തെടുത്തു. അടുത്തത് നമ്മൾ എന്ത് കഴിഞ്ഞാൽ ഡീസ്റ്റാർച്ചിങ്, സ്റ്റാർച്ച് ഉള്ളതിന് ഇതിനകത്തുള്ള സ്റ്റാർച്ചിനെ എടുത്ത് കളയാനാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഗ്യാസ് ടേബിൾ കത്തിച്ചു. അതിലേക്ക് നമ്മൾ പാത്രത്തിലോ സോസ് പാനിൽ വെള്ളം വെച്ചു. അതിലേക്ക് സ്വല്പം നമുക്ക് ഈ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് വേണമെങ്കിൽ സോൾട്ട് അകത്ത് താല്പര്യമുള്ളവർക്കാണെങ്കിൽ സ്വല്പം ഒരു സ്പൂൺ സോൾട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ലൈറ്റായിട്ട് വരുള്ളൂ, മേജറായിട്ട് വരില്ല, ലൈറ്റായിട്ട് വരുള്ളൂ. എന്നിട്ട് എന്ത് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പൊട്ടറ്റോയുടെ പീസിനെ എല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നമ്മൾ ഇതിനെ ബോയിൽ ചെയ്യിപ്പിക്കുക. അപ്പം നമ്മുടെ പൊട്ടറ്റോ ബോയിൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതുകൊണ്ട് അതിൻ്റെ സ്റ്റാർച്ച് എല്ലാം പുറത്തത് ഉണ്ട്. ഈ സ്റ്റാർച്ച് എല്ലാം പുറത്ത് വന്നു തുടങ്ങി. അങ്ങനെ ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇത് ഇൻസൈഡ് കുക്ക് ആവുകയും ചെയ്യും. ഒപ്പം തന്നെ ഇതിനകത്തുള്ള സ്റ്റാർച്ച് തിളച്ച് പുറത്തേക്ക് വരും. അപ്പം അതിന് നമ്മളിവിടെ സ്ട്രെയിനർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്ട്രെയിനറിനകത്തേക്ക് നമ്മളിത് ചോർത്തി ഇത് റെഡിയാക്കി വരും. പൊട്ടറ്റോ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് തിളച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്നുള്ള സ്റ്റാർച്ച് ശരിക്കും വെന്തിട്ട് പുറത്തേക്ക് വരും. ഇത് വെന്ത് ഉടയാനായിട്ട് സമയം കൊടുക്കരുത്. ഒന്ന് തിള വന്നു കഴിയുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ഇതിനിപ്പോൾ ഇതിൽ ഈ വെള്ളം ചോർത്തി കളഞ്ഞ് ഇത് ഒരു അരിപ്പ് പാത്രം ഉപയോഗിച്ച് വെള്ളം ചോർത്തി കളയാനായിട്ട് പോവുകയാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ചോർന്നു പോകാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അടുത്ത് ഇത് ഗ്യാസ് ടേബിൾ വീണ്ടും കത്തിച്ചു. അടുത്ത് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു ഫ്രഞ്ച് ഫ്രൈസിന്റെ ഫ്രൈയിലേക്ക് കിടക്കുകയാണ്. നമ്മളൊരു പാൻ വെച്ചു, ഒരു പാത്രം നമുക്ക് ഫ്രൈ ചെയ്യാവുന്ന ഒരു പാത്രം വെച്ചു. ആ പാത്രത്തിനകത്തേക്ക് ഓയിൽ യൂസ് ചെയ്തിട്ടുള്ള ഓയിൽസ് ഉപയോഗിക്കുക ഫ്രൈ ചെയ്യാനായിട്ടുള്ള. പാത്രത്തിൽ വെള്ളം ചൂടാവുന്നു. നമ്മൾ ഓയിൽ ചൂടായ പാനിനകത്തേക്ക് ഓയിൽ ഒഴിക്കുകയാണ്. ഓയിൽ ഒഴിച്ചു, ഓയിൽ ബോയിലാവുകയാണ്. ഇങ്ങനെ ഒഴിക്കുമ്പോൾ കണ്ടോ, ഇതാണ് കറക്റ്റ്. നമ്മൾ
നമ്മൾ ഇത് സാധാരണ ഡീപ് ഫ്രയറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് കൊമേഴ്സ്യലി ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇത് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഡീപ് ഫ്രയർ ഒന്നുമില്ല, അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു മെത്തേഡാണ്. ഇത് ചെയ്തിങ്ങനെ നമ്മൾ ഇത് ഇളക്കിയിട്ട് കൊടുക്കുമ്പോൾ ഇതൊരിക്കലും മുറിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമ്മൾ ഇത് ചെയ്യാം, ശ്രദ്ധിച്ച് നിൽക്കണം. ഡീപ് ഫ്രയറിൽ നമുക്ക് ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ടൈം കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ ചെന്ന് എടുത്താൽ മതി. പക്ഷെ ഇതിനകത്ത് നമ്മൾ നോക്കി നിൽക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ് 10 മിനിറ്റിൻ്റെ ഇടയ്ക്കുള്ള സമയം വേണ്ടി വരും. അടുത്തത് നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇത് പതുക്കെ ഗോൾഡൻ ബ്രൗണിലേക്ക് പതുക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമ്മളിതിനെ എടുക്കും കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാവർക്കും, എല്ലാ പ്രായത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ് ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ നമുക്ക് ഇത് എന്തായി നോക്കാം, ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന മെത്തേഡ് കണ്ടല്ലോ, ഈ ടേസ്റ്റ് നമുക്കിതൊന്ന് ഇത് ചെയ്യാം. അതിൽ ഡിപ്പ് സോസിൽ ഇത് ചെയ്യാം. കൊള്ളാം, അടിപൊളി. അപ്പം നിങ്ങളുടെ കൊറോണ ടൈം വളരെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. നല്ല രുചിയായിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഇത് ഈ ഗോൾഡൻ ബ്രൗൺ ആകുന്ന ഒരു പരുവത്തിലാണ് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് എഴുതി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഇത് ഉണ്ടാകുമ്പോൾ കൂടുതൽ നല്ല വീഡിയോസും ആയിട്ട് ഞങ്ങൾക്ക് നിങ്ങളെ വീണ്ടും നിങ്ങൾക്ക് വരാൻ സാധിക്കും. നമ്മൾക്ക് നല്ല അടിപൊളിയാക്കാൻ പറ്റും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വളർച്ച. ഓക്കെ, താങ്ക് യു.